നിങ്ങളുടെ കാമുകി, നിങ്ങൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ ആ കാമുകിയുടെ ഒരു പിക്ചർ എന്ന് എനിക്ക് ഇട്ട് തന്നാൽ മതി. ഞാൻ ആ കാമുകിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്ത് വേണമെങ്കിൽ കളഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഒരു കുറ്റബോധം വന്നു. ഈ നഷ്ടബോധവും കുറ്റബോധവും രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന സമയത്ത്, ഓരോ സമയത്തും എപ്പോഴൊക്കെ അത് കയറി വരുന്നു അപ്പോഴെല്ലാം നമ്മളുടെ മറ്റുള്ള പ്രവൃത്തികളിൽ ഒരു ഊർജ തടസ്സം ഉണ്ടാക്കും. ഷാജി സർ, ഈ നഷ്ടബോധങ്ങളും കുറ്റബോധങ്ങളും അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും അയാളുടെ വിജയത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അല്ലെങ്കിൽ ഒരു റേക്കിയിൽ അത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമോ? അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടബോധങ്ങൾ, കുറ്റബോധങ്ങൾ, അതുപോലെ തന്നെ ഭയപ്പെടുത്തലുകളൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നഷ്ടബോധങ്ങളും കുറ്റബോധങ്ങളും റേക്കിയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് അത് സത്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് എനർജിയാണ്. അത് നമ്മൾ കൊണ്ട് നടക്കാൻ പാടില്ല. ഈ കുറ്റബോധം പോലും അല്ലെങ്കിൽ നഷ്ടബോധം പോലും, നഷ്ടബോധം എന്ന് പറഞ്ഞാൽ നല്ലതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. നല്ലതിലുമുണ്ട് നഷ്ടം. എനിക്ക് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ആ ബിസിനസ്സിൽ അവന് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവൻ പോകുന്ന ആ ഒരു ഓർഡറാണ് എങ്കിൽ പോലും അത് കിട്ടാതെ വേറൊരാൾക്ക് കിട്ടുമ്പോൾ അയാൾക്ക് നഷ്ടബോധമാണ്. ചിലപ്പോൾ ഒരു വാക്കുകൾ കൊണ്ട് പറ്റിയ ഒരു പ്രശ്നമായിരിക്കാം, അത് കിട്ടുമായിരുന്നു അയാൾക്ക്, പക്ഷെ അവിടെ എന്തോ ഒരു പാകപ്പഴ വന്നു, അതൊരു നഷ്ടബോധമാണ്. മനസ്സിലാവുന്നുണ്ട്? ചില സംഗതികൾ അയാളുടെ ഈ വാക്ക് അതോടൊപ്പം തന്നെ അയാൾക്ക് വന്ന പാകപ്പഴ അതൊരു കുറ്റബോധവുമാണ്. ഒരേ സമയം നഷ്ടബോധത്തിന്റെ സാന്നിധ്യം, കുറ്റബോധത്തിന്റെ സാന്നിധ്യം അതിനകത്തുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഞാനത് ചെയ്തിരുന്നെങ്കിൽ അതെനിക്ക് കിട്ടിയേനെ, അത് ശരിയാകുമായിരുന്നു. ഒരു പ്രണയത്തിലും അതുണ്ട്, ഒരു ദാമ്പത്യത്തിലും അതുണ്ട്, ഒരു മക്കളുടെ കാര്യത്തിലും അതുണ്ട്, ഒരു വ്യക്തിബന്ധത്തിലും അതുണ്ട്. ഞാൻ അവനോട് അത് പറയണ്ടാമായിരുന്നു, പറഞ്ഞു പോയതാണ് പ്രശ്നമായത്, അതൊരു കുറ്റബോധമാണ്. ഞാനത് പറയാതിരുന്നായിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു, അത് ഒരു നഷ്ടബോധമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭയവും പേടിയും പിന്നെ നമുക്ക് എടുക്കാം. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ നഷ്ടബോധം എന്ന് പറഞ്ഞപ്പോൾ പ്രണയിച്ച പെൺകുട്ടിയെ കിട്ടില്ല എന്ന് വിചാരിക്കട്ടെ, കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മളുടെ അച്ഛന് നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് സ്വത്ത് നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരിൽ നിന്നും നമുക്ക് കിട്ടിയില്ല. അതൊരു നഷ്ടമായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്, പരാതി പറയുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ കാരണം ചെയ്യും. ചിലപ്പോൾ എന്തുകൊണ്ടാണ് അത് തരാതിരുന്നത്? അപ്പോൾ പറയും വാക്കുകളുടെ അവരോട് പറഞ്ഞ വാക്കുകളായിരിക്കും ചിലപ്പോൾ ഈ പ്രശ്നത്തിന് ഇടവരുത്തിയത്. അപ്പോൾ അത് അവിടെ ഒരു ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് സാധിച്ചില്ല. അപ്പോൾ അവിടെ ഒരു കുറ്റബോധം വന്നു. ഈ നഷ്ടബോധവും കുറ്റബോധവും രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ നഷ്ടബോധമായാലും ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടായിരുന്ന കുറ്റബോധമായാലും രണ്ടും ആ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അവന് നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രഭാവമാണ് അവിടെ ഉണ്ടാക്കുക. കാരണം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം അപ്പോൾ ഈ കുറ്റബോധം കയറി വരും, നഷ്ടബോധം കയറി വരും. അല്ലേ? ഒരു ഓഫീസിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മാനേജർ പറയുകയാണ് നീ ഇന്നത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകൾ ആ സമയത്ത് വന്ന് കടന്നുകൂടും. ഗുളികൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ നടന്ന പ്രശ്നം അത് ഈ സമയത്തും വന്നിരിക്കണം. ഒരു യാത്രയ്ക്ക് നേരെ ചൊവ്വ പോകാൻ പാടില്ല, കുടുംബത്തിൽ നേരെ ചൊവ്വയ്ക്ക് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ല, പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന്, അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധം. മനസ്സിലാവുന്നുണ്ടോ? അത് കാരണം കൊണ്ട് എനിക്ക് വന്ന നഷ്ടം ഇതെല്ലാം പല ആൾ ഇതിലും വലിയ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം പറയാം. അതായത് ഒരു വ്യക്തി അയാളുടെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും സ്നേഹനിധിയായി കൊണ്ട് നടന്ന നല്ലൊരു വളർത്തുനായെ കൊല്ലുകയുണ്ടായി. നേരിട്ടല്ല, പുള്ളി കാരണം അതിന് വിഷം ബാധിച്ച സമയത്ത് മറ്റുള്ള നായ്ക്കളെയൊക്കെ കടിക്കുകയും ആളുകളൊക്കെ കടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അതിനെ കൊല്ലാനായിട്ട് ഏർപ്പാടാക്കി അതിനെ തൂക്കി കൊല്ലുകയാണ്. പുറമേ നിന്നുള്ളൊരു വ്യക്തിയെ വിളിച്ച് തൂക്കി കൊന്നു. സത്യത്തിൽ പുള്ളി കൊന്നതിന് തുല്യമായി. കാരണം പുള്ളി പറയുകയാണല്ലോ, മനസ്സില്ലാ മനസ്സോടെയാണ് അത് ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊരു കുറ്റബോധമാണ്. ഞാനതങ്ങനെ ചെയ്തല്ലോ, ഞാൻ കാരണം കൊണ്ട്
അവനതങ്ങനെ സംഭവിച്ചല്ലോ അല്ലേ? ഓരോ വ്യക്തിക്കും നമ്മൾ പലരും അങ്ങനെ പറയാറുണ്ട്, ഞാൻ അതിൻ്റെ ഒരു കാരണക്കാരനായല്ലോ. അറിഞ്ഞോ അറിയാതെയോ എന്തോ ആയിക്കോട്ടെ, അതൊരു കുറ്റബോധം ഉള്ളിൽ കിടക്കും. അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന സമയത്ത് ഓരോ സമയത്തും എപ്പോഴൊക്കെ അത് കയറി വരുന്നു അപ്പോഴെല്ലാം നമ്മളുടെ മറ്റുള്ള പ്രവൃത്തികളിൽ ഒരു ഊർജ തടസ്സം ഉണ്ടാക്കും, ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നമുക്ക് കൊണ്ടു നടക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നഷ്ടബോധം ഒരു വ്യക്തി തന്നെ പറയുകയാണ്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛന് അത് കൊടുക്കാൻ സാധിച്ചില്ല, നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല, എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റിയില്ല, അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, എൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ആ ഒരു പ്രശ്ന സമയത്ത് ഒരു നഷ്ടബോധമാണത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം. ഈ നഷ്ടബോധം ഇത് കുറ്റബോധത്തിനും ഞാൻ പറഞ്ഞു നേരത്തെ കുറ്റബോധത്തിൻ്റെയും ഒരു ഭാഗമാണ്. അതായത് ഇത് പോസിറ്റീവായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മറ്റു പല പ്രവൃത്തികളും നെഗറ്റീവായിട്ടുള്ള ഭാഗത്തിൻ്റെ പുറത്ത് വന്ന പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ അച്ഛന് അത് ചെയ്യാൻ പറ്റില്ല, സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റത് പല ആളുകളുമായിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നത് അത് വേറെ തലത്തിലാണ്. വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് ചിലത് പ്രവർത്തിക്കുമ്പോഴും ബുദ്ധിപരമായിട്ട് പറഞ്ഞ് പ്രവർത്തിക്കാത്തതിൻ്റെ കാരണത്താലൊക്കെയാണ് അത് അങ്ങനെ വരുന്നത്. അപ്പം ഇങ്ങനെ വന്നാലും ഇതും പ്രശ്നമാണ്. നമ്മളെന്തിനും ഞാൻ പറയാറുണ്ട്, മരിച്ചു പോയവരെ പറ്റി നമ്മൾ എന്തിനാണ് കൂടുതൽ നമ്മൾ പറയുന്നത്? അവർ മരിച്ചുപോയി, അവരുടെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ കണ്ണീരൊഴുക്കിയതിൽ ഒരു കാര്യമില്ല. കാരണം അവർ മരിച്ചുപോയി, നമ്മൾ മരിച്ചു പോകും. ഇതൊരു സംസാര ചക്രമാണ്. ഇപ്പൊ പഴുത്തല ചാടുന്നു, പച്ചല ഒക്കെ ചാടുന്നു അല്ലേ? അപ്പൊ നമ്മളത് പച്ചല ചാടി പോകുമ്പോൾ പഴുത്തല അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് നാളെ വീഴും. അപ്പൊ അത്തരത്തിലേക്ക് പോകരുത്. അതങ്ങ് പോയി ഇത് 4 ദിവസം നമ്മൾ ആ ചടങ്ങ് കഴിഞ്ഞാൽ നമ്മളതങ്ങ് മറക്കുക. അവരെ ഇട്ട് നമ്മൾ ചെയ്യാൻ കഴിഞ്ഞില്ല, നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇനി അച്ഛനമ്മയും വിളിച്ച് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ കാമുകി അവള് മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചുപോയി, എൻ്റെ മക്കൾ മരിച്ചുപോയി, ഇനി എനിക്ക് അത് കൊടുക്കാം, അവന് വേണ്ടി വാങ്ങിച്ചു വെച്ചതായിരുന്നു ഞാൻ അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ അസുഖം വന്നോ ആക്സിഡന്റ് പറ്റിയൊക്കെ മരിച്ചു കഴിയുമ്പോൾ പറയും, എൻ്റെ അവന് വേണ്ടി ഞാൻ ബൈക്ക്, അവൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക്, ഒരു സൈക്കിൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് അവന് കൊടുക്കുന്നതിന് മുമ്പ് അവൻ നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. നല്ല സംഭവം തന്നെ, കാരണം അത് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ കണ്ണീരൊഴുക്കും. എത്ര ദിവസം കണ്ണീരൊഴുക്കും? അതിങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടെ നമ്മൾ ചിന്തിക്കും തോറും സത്യത്തിൽ നമ്മളുടെ എനർജി ലോസ് ആക്കും. അവിടെ ആ നെഗറ്റിവിറ്റി പോയിട്ട് ആ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ പോസിറ്റിവിറ്റിയെ കുറയ്ക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇവൻ്റെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയണം. അത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അപ്പം അങ്ങനെ മൈൻഡിൽ നിന്ന് ആ ഒരു എനർജീനെ എടുത്ത് കളയുമ്പോൾ പിന്നീട് ആ വ്യക്തിക്ക് മുൻപോട്ടുള്ള ജീവിതം കുറച്ചും കൂടി ഈസി ആവും. തീർച്ചയായും അങ്ങനെ ആവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു തലത്തിൽ നമ്മൾ വേണമെങ്കിലൊരു പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ എടുത്ത് കളയുക, നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പോകുമോ? ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട്, എൻ്റെ അമ്മ അവിടെ ചെല്ലുമ്പോൾ പറയാറുണ്ട്, അച്ഛൻ പറയാറുണ്ട്, എടാ നീ അതിനെപ്പറ്റി ചിന്തിക്കരുത്, എൻ്റെ കൊച്ചാ അവർ മരിച്ചു പോയി, അല്ലെങ്കിൽ നിനക്കത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നീ സഹതിപ്പിക്കുക, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട, വെറുതെ അതാണ് നിൻ്റെ ഉറക്കം പോകുന്നത്, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം അതാണെങ്കിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും അതും പല സംഗതികളും ഇതിലൂടെ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് എന്തിനു നീ വെറുതെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്, സുഖമായിട്ട് കിടന്നുറങ്ങാൻ എൻ്റെ പൊന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തോളത്തൊക്കെ തട്ടി വീഴുന്നുണ്ടാവും. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവന് മറക്കാനോ അത് ഓർത്തിരിക്കാതിരിക്കാനോ സാധിക്കില്ല. കൂടെ വരും, വീണ്ടും ശല്യമാവും. അപ്പോൾ തലയ്ക്കൊക്കെ കൈ വെച്ചിട്ട് പറയും, തടിക്ക് കൈ വെച്ചിട്ട് പറയും, എനിക്കത് സാധിക്കുന്നില്ല, എന്ത് ചെയ്യാം? ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു മെഡിസിൻ ഒന്നും കഴിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാര മാർഗമുള്ളത്? ഇപ്പം മെഡിസിൻ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ എനിക്കും അറിവില്ല ഈ പറഞ്ഞ മാതിരി അതങ്ങനെ ഉണ്ടോ എന്ന്. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാനതൊരു റേക്കിയുടെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ കളയുന്ന ഒരു മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്കാണത്. അത്തരം കാര്യങ്ങളിലുള്ള നമ്മളുടെ ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ്. അതായത് അവരുടെ ആ ഓർമ്മകളെ കളയുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞു ഒരു തൊഴിൽ സംബന്ധമായിട്ട് ആ ജോലിക്ക് പോയിട്ട് ഇയാളുടെ വാക്കുകൾ കൊണ്ട് ആ പ്രവൃത്തികൾ കൊണ്ട് പെട്ടെന്ന് സംഭവിച്ചത് കൊണ്ടാണ് അയാൾ അവിടെ നിന്ന് പുറത്താക്കിയത്, അല്ലെങ്കിൽ അത് കിട്ടാതെ പോയത്. ഈ കുറ്റബോധമാണ്, അതൊരു കുറ്റബോധം ഞാൻ പറഞ്ഞല്ലോ. ഈ കുറ്റബോധം ആ സാഹചര്യത്തെ നമ്മൾ സൃഷ്ടിക്കുകയാണ്, അയാളിൽ ഒന്നുകൂടെ സൃഷ്ടിക്കും. ആ സാഹചര്യത്തെ ഒന്ന് ചിന്തിക്കാൻ പറയും. ആ ചിന്തിച്ചതിന് ശേഷം അതൊരു ഹീലിംഗ് ടെക്നിക്ക്, ഒരു പ്രോസസ്സാണ്, പ്രത്യേക പ്രോസസ്സാണ്. അതിലൂടെ നമ്മൾ അതിനെ എടുത്ത് കട്ട് ചെയ്ത് കളയും. അതങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇയാൾക്കത് ഓർത്തെടുക്കാൻ പോലും പറ്റില്ല.
അപ്പം തന്നെ ഡിലീറ്റ് ആയി പോകും. അത് ഓർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം അയാൾക്ക് ചിലപ്പോൾ ഒരു ഓഫീസിലാണോ അല്ലെങ്കിൽ 4-10 വ്യക്തി ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ പോലും കാണാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ നഷ്ടബോധങ്ങൾ, പാപബോധങ്ങൾ എന്നൊക്കെ പറയും. അത് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞു അതങ്ങനെ നമ്മൾ ചിന്തിക്കും തോറും അതിന് ഒരു നെഗറ്റീവാണ്. ആ പ്രശ്നത്തെ പോലും ഇതുപോലെ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല, എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു, കൈവിട്ടു പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഈ പ്രശ്നമാണ്. നമ്മളില്ലേ, അമ്മയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ പോലും സാധിച്ചില്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് കൂടെ കൂടെ ചിന്തിക്കുന്നത് പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയെ എനിക്ക് ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലല്ലോ, എല്ലാവരും കണ്ടു എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇത് കുറ്റബോധമല്ല, ഇത് അയാളുടെ സങ്കടം, സ്നേഹത്തിൻ്റെ ഒരു വേറൊരു ഭാഗമാണ്. പക്ഷെ അതൊരു കിട്ടാതെ പോയ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ നഷ്ടബോധം പോലും അത് ഓർമ്മയിൽ വരാൻ പാടില്ല. അമ്മയോടുള്ള സ്നേഹമാണ്, അമ്മയെ ഓർത്തിരിക്കണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ സാഹചര്യത്തെ നമ്മൾ എടുത്തു കളഞ്ഞില്ല എങ്കിൽ അത് ഈ ടെക്നിക്കിലൂടെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. ആ സാഹചര്യത്തെ അവനെ അത് കൂടെ കൂടെ ഓർക്കുന്ന ആ സംഗതിയെ നമ്മൾ അത് ഒരു ഹീലിംഗ് പ്രോസസ്സ്, ഒരു ടെക്നിക്കാണ്. അതിലൂടെ എടുത്തു കളഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല, ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. അത് വെറും ബ്ലാങ്ക് ആവും. ഒരു വസ്തു ആണെങ്കിൽ പോലും അത് ഒരു ബ്ലാങ്ക് ആവും. ഒരു മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവാണ്, അതവനെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ മോഷ്ടിച്ചു, ഒരു ഇല്ലാത്തവൻ്റെ ആണല്ലോ ഞാൻ മോഷ്ടിച്ചത് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഉള്ളവരുടെ എല്ലാം നഷ്ടപ്പെട്ടവനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷേ ഇല്ല, ഒരു കള്ളനാണെങ്കിൽ പോലും അവൻ, അല്ലെങ്കിൽ കക്കാത്തവനാണെങ്കിൽ പോലും അവൻ്റെ ആ സാഹചര്യങ്ങൾ കൊണ്ട് അവനങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടി വന്നാൽ അതൊരു കുറ്റബോധമായിട്ട് കൊണ്ട് നടന്നാൽ അത് പ്രശ്നമാണ്. എന്തായാലും അത് സംഭവിച്ചു, അത് നമ്മൾ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. അത് അവനെ അലട്ടുന്നുണ്ടെങ്കിൽ ആ കുറ്റബോധത്തെ സിമ്പിളായിട്ട് എടുത്തു കളയാം. അതാ ഹീലിംഗ് ഒരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എടുത്തു കളയാം. ആർക്ക് വേണമെങ്കിലും അത് അത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ചില ആളുകളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് പറയും, കമൻറ്റ് ചെയ്യും, ഇതൊക്കെ വെറും തള്ളാണ്, തട്ടിപ്പാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനോട് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു വെല്ലുവിളിക്കാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ പറയുന്നവർ വേണമെന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളുടെ കാമുകി, നിങ്ങൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ ആ കാമുകിയുടെ ഒരു പിക്ചറൊന്ന് എനിക്ക് ഇട്ട് തന്നാൽ മതി. ഞാൻ ആ കാമുകിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്ത് വേണമെങ്കിൽ കളഞ്ഞ് കാണിച്ചു തരാം എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അത് നല്ലത്, അതായത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. പരീക്ഷണത്തിന് വേണ്ടി തന്നെ എല്ലാം ഇത് ഒരു വെല്ലുവിളിയായിട്ട് എടുത്ത് എന്ന് നടക്കുമോ എന്നൊക്കെയെന്നല്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതവിടെ സാധ്യമാകും. മോശം കാര്യങ്ങൾക്കല്ല. നമ്മുടെ റേക്കി ഹീലിംഗും നല്ലതിന് വേണ്ടി മാത്രമേ വർക്കും ചെയ്യുള്ളൂ. നന്ദി സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.